ചേച്ചി വേണ്ട, ചേച്ചിനെ പിടിച്ചു വേണ്ട, ചേച്ചി നോക്കി ചേച്ചി കേട്ടാ. ചേച്ചി എവിടെ നോക്കിയാ അല്ല ഒടുവിൽ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ചിത്തുണ്ടോടെ ഇത്ര വരെ വയ്യാത്ത ആളായിരുന്നു കേട്ടാ, ഛർദിച്ച് കൊള്ളാക്കി വയ്യാത്ത ആളായിരുന്നു. പുണ്യാവാനെ കിട്ടിയപ്പോഴേ ഇമ്മക്കെ മക്കനെ കിട്ട് ചിന്തി മോളായിട്ട് എന്താ അതിന് ചേച്ചിന്റെ മേത്ത് പാത കയറിയാ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അപ്പൊ അങ്ങനെ नेपाल എന്താ മനസ്സിലായില്ല. ഹസ്ബൻഡ് നെയ്മാണോ? अब नेपाल से हो? कितना साल हो गया केरला में? 8 साल हुआ. ഹലോ. അപ്പോൾ എന്നത്തെ പോലെയും നമുക്ക് നമ്മുടെ ഉണ്ണിയുടെ 40 അപ്പോൾ 40 പരിപാടിക്ക് പോകാനുള്ള പ്രിപ്പറേഷനാണ്. ഒരുക്കങ്ങളൊക്കെ എല്ലാം സെറ്റപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുഹമ്മദ് ആദമോൻ്റെ 40 പോക്ക് ചടങ്ങാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ കുറേയുള്ള വിശേഷങ്ങളും പിന്നെ കുറേ അല്ലേ സിത്തു സാലി എല്ലാവരും ഇന്ന് നമുക്കിതിൽ കാണാം. എല്ലാവരും നമുക്ക് ഇത് ഉൾപ്പെടുത്താട്ടാണ്. കുറേ പേര് ചോദിക്കുന്നില്ലേ, സിത്തു സാലിയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് പോയിട്ട് നമുക്ക് എല്ലാം കവർ ചെയ്യാം. നമ്മുടെ ഉണ്ണിനൊക്കെ കവർ ചെയ്യാം നമുക്ക് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് നല്ല നമ്മളെ ഷെരീഫ് കട കാറ് കിട്ടിയിട്ടുണ്ട്. ഇടയിൽ നല്ല മഴയും വന്നിട്ടുണ്ട് കേട്ടോ. നല്ല മഴ ചെറുതായിട്ട് ഇങ്ങനെ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇറങ്ങി ഉമ്മ ഫുൾ ഒരുക്കത്തിലാണ്. ഉപ്പ് ഒരുങ്ങിയിട്ടുണ്ട്. ഇക്ക അവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ 8 മണിക്ക് പോകാനായിരുന്നു തീരുമാനം അങ്ങനെ നീണ്ടതുണ്ട്. ഇപ്പോൾ 9 മണിയായി. അങ്ങനെ 9 മണിക്ക് എല്ലാം റെഡിയായി. എപ്പോഴും ഉമ്മ നിങ്ങൾ റെഡിയാവും മക്കളെ എന്ന് പറയും. അവസാനം ലാസ്റ്റാണ് ഉമ്മ ശരിയാകും. അപ്പോഴേക്കും ഒരുപാട് സമയം. അപ്പോൾ റെഡിയായി കഴിഞ്ഞു. ഇനി എല്ലാവരും ഇറങ്ങണ പരിപാടിയാണ്. ഉടുപ്പ് കാര്യങ്ങളൊക്കെ അതിലുണ്ട്. പിന്നെ ഇവിടെ എങ്ങനെ പോലെ 2 മണിക്കൂർ കഷ്ടിച്ച് ബ്ലോക്ക് 2 മണിക്കൂർ മതി. ബ്ലോക്ക് ഉണ്ടെങ്കിൽ 2.5 മണിക്കൂർ എന്തായാലും ആവും. അപ്പോൾ നോക്കി സമാധാനത്തിൽ പോകാനാണ് നേരത്തെ പോകുന്നത്. എന്നാലും മഴയും കാര്യങ്ങളൊക്കെ അല്ലേ, സമാധാനത്തിൽ പതുക്കെ പോവാം. അതെ. അപ്പോൾ ഏറെക്കുറെ പോകുന്ന വിശേഷങ്ങളും അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങളും പിന്നെ ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും പിന്നെ സാരിക്കുട്ടിയുടെയും ഉണ്ണിയുടെയും ആദമ്മൻ്റെയും വിശേഷങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണാം. അപ്പോൾ ആദ്യമായിട്ട് കാണുകയെന്നുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതെ. പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടാ. ഉമ്മ പിന്നെ നേരത്തെ ഉണ്ടാക്കാനും പിടിക്കാൻ നിന്ന് കഴിഞ്ഞാലേ ഒരുപാട് ലേറ്റ് ആണ്ട് വെച്ചിട്ട് ഒന്നും കഴിച്ചിട്ടില്ല. പോകുന്ന വഴിക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാച്ചിട്ട് അങ്ങനെ ഇട്ടുക. അപ്പോൾ പോകുന്ന വഴിക്ക് എന്തെങ്കിലും കഴിക്കാമല്ലോ. ഹലോ എടുക്ക ആള് ഗ്യാപ്പ് ഇട്ട് ഇറങ്ങും. ഉപ്പ് വരുന്നുണ്ട് അപ്പാ. അപ്പം എല്ലാവർക്കും നേരം വൈകി ഇവര് പോവാ. നല്ല മഴയുണ്ട്, മഴയും പെയ്യുന്നുണ്ട്. അത് മെല്ലെ പോവാ. മെല്ലെ പോയി അവിടെ എത്തുമ്പോൾ എന്തായാലും 11 മണി 12 നമ്മൾ എത്തും. 9 മണിയല്ലേ? 10 9 12 മണിക്ക് എത്തും. 12 10 നിർത്തി നമ്മള് ചാടെല്ലാം കുടിച്ച് അങ്ങനെ പോകുമ്പോ 12 ആകുമ്പോ എത്തും അല്ലേ? അപ്പോൾ ഇനി അവിടെ പോയിട്ട് ആദമോന്റെ വിശേഷങ്ങൾ കാണാൻ തുന്നത്തെ 28 കഴിഞ്ഞു. അതെ. സുന്നത്ത് പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടാ പരിപാടികളൊക്കെ 28 കഴിഞ്ഞു. 40 ഇപ്പൊ അധികം ആളൊന്നുമില്ല. ഇവിടുന്ന് ഞങ്ങളും പിന്നെ അവിടുന്ന് സാരിക്കുട്ടി ഒരു ഉമ്മയും 6 പേരുള്ളൂ. പിന്നെ അവര് കുടുംബക്കാര്. ഇപ്പൊ 2ാമത്തെ വർഷമായതുകൊണ്ട് വലിയ ചടങ്ങുകളൊന്നുമില്ല. എന്നാലും ഒരു ഫോർമാലിറ്റിക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്യണമല്ലോ. അപ്പൊ അതിന് വേണ്ടി കാര്യങ്ങളൊക്കെ നോക്കി പോകണം. അങ്ങനെ പോകുമ്പോഴും വീഡിയോ നമുക്ക് എടുക്കാം, കാണാം. വരുമ്പോഴും അവിടുന്ന് വീഡിയോ എടുക്കാം. അപ്പോൾ അതെ, ഉപ്പ് പറഞ്ഞ മാതിരി എന്താ പറയുക, 40 പരിപാടി എന്ന് പറയുമ്പോൾ വലിയ ഇതൊന്നുമില്ല. നമ്മൾ ഷെയ്സമോളുടെ പരിപാടിയൊക്കെ നല്ല ഉഷാറായിട്ട് നമ്മൾ കഴിച്ച് കുഴപ്പമൊന്നുമില്ല. അൽഹംദുലില്ലാ. ഇനിയിപ്പോൾ ആദമോൻ്റെ നമ്മളെന്താ ഒരു ചെറിയ രീതിയിൽ തന്നെ സെറ്റാക്കുന്നുള്ളൂ. എന്നാലും കഴിക്കുന്നതിനല്ല. ഇവിടെ നിന്നൊക്കെ നമ്മളൊരു ഫാമിലിയും പിന്നെ അവിടെ നിന്ന് സാലിയുടെ ഉമ്മ ഉണ്ടാവും. അങ്ങനെ അപ്പോൾ ചെറിയൊരു പരിപാടി പോവുക, ഒന്ന് എന്തെങ്കിലും ഇടുക, ഡ്രസ്സും കാര്യം ഇട്ടിട്ട് സെറ്റാക്കിയിട്ട് വരിക, അത്ര തന്നെ ഉള്ളൂ. അല്ല വേറെ വലിയ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അങ്ങനെ. അപ്പോൾ പിന്നെ ആദമോൻ്റെ എന്താ പറയുക, സുന്നത്ത് പരിപാടിയൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടാണ്. സുന്നത്ത് പരിപാടിയൊക്കെ അതൊക്കെ ഒന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ചെയ്ത്. പക്ഷെ എനിക്ക് വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഫുള്ള് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് പിന്നെ ഇടാത്തത്. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ സുന്നത്ത് ചെയ്ത പാട് എൻ്റെ കൊത്ത കിളി പോയി. അതാണ് സുന്നത്ത് ചെയ്ത പാട്. പിന്നെ കരച്ചിലായി പിടിച്ചിലായി ബ്ലഡ് വരലായി
സ്വിച്ച് പോലെ ഇട്ടുണ്ടായിരുന്നേ. എനിക്ക് എന്താ പോലെ കണ്ടപാട് പിന്നെ വീഡിയോ എടുക്കാനും പിടിക്കാനുള്ള ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ ശരിക്കും എടുക്കാത്തത്. അങ്ങനെ അപ്പോൾ പിന്നെ ഇൻഷാല്ലാ പോകാനുള്ള പരിപാടി തുടങ്ങാം. എന്തായാലും പോയിട്ട് നമുക്ക് പോകുന്ന കുറച്ച് വിശേഷങ്ങളും അതേപോലെ തന്നെ നമുക്ക് അവിടെ എത്തിയിട്ടുള്ള കുറച്ച് വിശേഷങ്ങൾ നമുക്ക് കാണാം ഇൻഷാല്ലാ. അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നവർക്കൊക്കെ ഒരിക്കൽ കൂടി ഹായ് പറയട്ടാ. ഉമ്മ എവിടെ? ഹലോ ഉമ്മ. ഒരുങ്ങിയിട്ടില്ലേ? ബാ. ഉമ്മാക്ക് പ്രിപ്പറേഷൻ നോക്കിയേ. ആരാടാ അപ്പത്? എൻട്രി. ആ ബിജിഎം ഇട് എന്നിട്ട് നടന്നു വാ. ബിജിഎം എടുത്തേ. കമോൺ. ടൺ ടൺ ടൺ. മറ്റേ സേതുരാമ CPIന്റെ ബിജിഎം മതിയാ. അപ്പൊ ഉമ്മ മാഷാ അല്ലാ ഒക്കെ റെഡി ആയിട്ടുണ്ട്. നേരെ വാ. സെറ്റല്ലേ? ഉണ്ടാ മാഷാ അല്ലാ. അപ്പൊ ഉമ്മ അങ്ങനെ സെറ്റായിട്ടുണ്ട് കേട്ടാ. കമോൺ പോവാന്നാ. എല്ലാം പരിപാടി കഴിഞ്ഞില്ലേ? സാധനങ്ങളൊക്കെ എടുത്ത് ഓക്കെ. അപ്പൊ പിന്നെ അമ്മ എന്നാ പിന്നെ നമുക്ക് പോയില്ലെന്നാ. എന്താ പറയാനുള്ളത് പറഞ്ഞോ. ഉപ്പാടെ 2 വാക്ക് പറഞ്ഞു, ഉമ്മാടെ ഇക്കാടൊക്കെ പറഞ്ഞല്ലേ സംസാരിച്ചു. സ്വർണ്ണം എടുക്ക് പറയും. നമ്മള് പറഞ്ഞ പോലെ രണ്ടാമത്തെ കുട്ടിയുടെ 40 മോന്റെ പോയിട്ട് വരാം. അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. ആദമോന്റെ 40 ഉമ്മക്കെ മക്കനൊക്കെ ഇട്ട് സുന്ദരി മോളായിട്ട് സുന്ദരി മോളായിട്ട് വരാൻ കേട്ടാ. എന്നാ പോവല്ലെന്നാ പരിപാടി കഴിഞ്ഞില്ലേ? അപ്പൊ പിന്നെ പോവാൻ നോക്കാം അല്ലേ? നമ്മുടെ ചെരുപ്പോ? നമ്മുടെ ചെരുപ്പുണ്ട് കേട്ടോ. അപ്പൊ പിന്നെ എല്ലാം സെറ്റപ്പ് ആയിട്ടുണ്ട്. ഉപ്പ ഉമ്മ ഇക്ക ഞാനെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പൊ പിന്നെ പോവാനുള്ള പരിപാടി നോക്കണം കേട്ടാ. ഓക്കെ. അപ്പൊ ഇൻഷാല്ലാ പിന്നെ കുറച്ച് കാഴ്ചകൾ കാണാം, അവിടുത്തെ വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ. അപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒടുവിൽ കണ്ടില്ലേ ചെറുതായിട്ട് ചാറ്റിൽ മഴയും കാര്യമൊക്കെ വരുന്നുണ്ട്. ഡ്രൈവ് ചെയ്യുന്നുണ്ട് ഇവിടെ. മഴ ഒരുപാട് പെയ്യാണ്ടിരുന്നായില്ലേ? കുഴപ്പമില്ല അല്ലേ? കുഴപ്പമില്ല. അതെ. അപ്പോൾ അങ്ങനെ പിന്നെ നടക്കട്ടെ. ഓക്കെ. ഉണ്ണിയപ്പൻ ചേട്ടൻ്റെ ഉണ്ണിയപ്പനാണോ? നമുക്കതേ ചായ കുടിക്കാം. ഭയങ്കര നമുക്ക് ചായ എല്ലാം കുടിച്ചിട്ട് പോവാം. മഴ പെയ്യണ്ടിട്ടോ. ചായ കുടിക്കാം. അങ്ങനെ നമ്മള് ഓർഡർ കൊടുക്കാൻ പോട്ടാ. മസാല ദോശ ഉണ്ട്, നെയ് റോസ്റ്റ് ഉണ്ട്, പൊറോട്ട ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ള വെച്ചാൽ ചായ കുടിക്കാൻ നിൽക്കുക. ഇവിടെ വെച്ചാൽ ഇപ്പോൾ നല്ല ആംബിയൻസ് ആട്ടോ അല്ലേ? നല്ല സെറ്റപ്പ്. ഫ്രണ്ട് ഇത് ബാക്ക് സൈഡാണ്. അമ്മ ഛർദ്ദിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ ഉള്ള സ്ഥലം വെച്ചാൽ നമ്മുടെ ചിറ്റിലപ്പള്ളി കഴിഞ്ഞിട്ടുള്ളത്. ചിറ്റിലപ്പള്ളി നല്ല ഉണ്ണിയപ്പേട്ടൻ്റെ കട. അപ്പോൾ ആ കടയ്ക്ക് വന്നിരിക്കുകയാണ് ചായ കുടിക്കാൻ. അപ്പോൾ ആദ്യമായിട്ട് അങ്ങോട്ട് വരുന്നത് കേട്ടോ ഉണ്ണിയപ്പൻ. അപ്പം അങ്ങനെ നമ്മൾ ഒരു വട്ടം അങ്ങോട്ട് വന്നിട്ടുണ്ട്. മുൻപ് ബിരിയാണി കഴിക്കാൻ അല്ലേ? പൊതിച്ചോറ് ബിരിയാണി എന്ന് പറഞ്ഞിട്ട് കഴിക്കാൻ വന്നിട്ടുണ്ട്. 2 വട്ടം അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഒന്നും കുഴപ്പമില്ല, നല്ല ഫുഡാണ്. ആദ്യമായിട്ടാണ് രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ. വണ്ടിയിലൊക്കെ ഇരുന്നിട്ട് ഉമ്മ ഓൾറെഡി ഇപ്പൊ ഛർദിക്കാനായി. ഭക്ഷണം കഴിക്കാത്തതുകൊണ്ടാണ് അല്ലേ? ഒന്നും കഴിച്ചിട്ടില്ല. മരുന്നെടുത്തമ്മ? എടുത്തിട്ടില്ല. ഷുഗറിന്റെ മരുന്നെടുത്തിട്ടില്ല കേട്ടാ. പിന്നെ വേറൊരു കാര്യം വെച്ചാല് ഉമ്മാക്ക് വയ്യാണ്ട് പനിയൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ കാണിച്ച് മരുന്നെല്ലാം കഴിക്കായിരുന്നു. ഏകദേശം മാറി പാട്. പിന്നെ മരുന്നും കഴിക്കുന്നില്ല, ഒന്നും കഴിക്കുന്നില്ല. ഇല്ലല്ലോ? അമ്മ ഇന്നലെ മരുന്ന് വെച്ചിട്ടില്ല. മരുന്ന് നിർത്തി. അപ്പൊ ആ മരുന്ന് കഴിച്ചാലേ കുറച്ച് കുറവുണ്ടാവുള്ളൂ. ഫേടണ അപ്പൊ അങ്ങനെ. അപ്പൊ സാധനം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സാധനം വരട്ടെ. നമുക്കുള്ള മസാല ദോശ എത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്കുള്ള മസാല ദോശ ഉമ്മ പറഞ്ഞത് ഉള്ളിലൊന്ന് കാണാത്തുന്നു. ഉള്ളിൽ സാധനം ഉണ്ടാവും. ഇതാ ഏതാ സെറ്റപ്പ് എന്താ സാധനം കേട്ടോ. ഉമ്മാക്കുള്ള വെള്ളപ്പം. ബൈ.
चार चाय दो में विത്തൗട്ട് ഷുഗർ विത്തൗട്ട് ഷുഗർ ഉപ്പാക്ക് കുറച്ച് കുറവ് പോരെ ചായയുടെ इसमें विത്തൗട്ട് ഷുഗർ इसमें थोड़ा മധുരം കുറവ് ബാക്കി നോർമൽ ഉമ്മ വെള്ളാപ്പൻ പടയ്ക്കുന്നുണ്ട് പൊറോട്ട പടയ്ക്കുന്നുണ്ട് അല്ലേ അതെന്താ കഴിച്ചിട്ട് എന്ത് ടേസ്റ്റ് ഉണ്ടാ ഞാൻ കഴിച്ചോളാം കേട്ടോ കഴിക്കുമോ भाई आपका नाम क्या है कहाँ से आसाम से वो भी आसाम नेपाल आप नेपाल से हो कितना साल हो गया केरला में 8 साल हो गए 8 साल हुआ अच्छा मलयालम अच्छा बात कर रहा फिर अच्छा बात करो मलयालम ഭക്ഷണം കഴിച്ചാ കഴിച്ചു കല്യാണം കഴിഞ്ഞാ കഴിഞ്ഞിട്ടില്ല ചെറുപ്പാണല്ലേ നല്ല മലയാളം കാര്യമൊക്കെ അടിപൊളിയായിട്ട് അറിയാട്ടാ സൂപ്പർ മലയാളമാണ് അപ്പോൾ ഇതൊക്കെ നേപ്പാളാണ് നേപ്പാൾ കുറേ ആസാമുണ്ട് അതുപോലെ കുറേ നേപ്പാളുണ്ട് അപ്പോൾ നേപ്പാളിലുള്ള ടീംസൊക്കെ അടിപൊളിയായിട്ട് മലയാളം പറയുന്നുണ്ട് അല്ലേ അപ്പം എല്ലാവരും ഫുഡിനുണ്ട് പോകുന്നവരും തൃശ്ശൂർക്ക് പോകുന്നവരും ചാവക്കാർക്ക് പോകുന്നവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക ഉണ്ണിയാപ്പൻസ് അല്ലേ ഉണ്ണിയാപ്പൻ ചേട്ടൻ്റെ കട നല്ല ഫുഡ് അടിപൊളി ചേച്ചി ഈ ഉണ്ണിയാപ്പൻ ഉദ്ദേശം എന്താ വീട്ടുപേരാ ഈ ഉണ്ണിയാപ്പൻ ഉദ്ദേശം എന്താ മനസ്സിലായില്ല ഹസ്ബൻഡ് നെയ്മാണോ നെയ്മ് അല്ലേ ഉണ്ണിയാപ്പൻ ചേട്ടൻ്റെ കടയാണ് ഉണ്ണിയാപ്പൻ ചേട്ടൻ്റെ കട കേട്ടാ അപ്പോൾ അത് അപ്പം ഞാൻ കൂടെ കാണിച്ചുതരാം ഉണ്ണിയാപ്പൻ ചേട്ടൻ അടിപൊളി വൈബാട്ടതാ നമ്മുടെ ചിറ്റിലപ്പള്ളി അമല റൂട്ട് അടിപൊളിയാട്ടാ ഫുഡൊക്കെ അടിപൊളിയാണ് ഓക്കെ അപ്പം ഇനി കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു നേരെ നമുക്ക് പൂവള സെറ്റ് നോക്കാം ഓക്കെ പോവാ ഉമ്മ ഇപ്പടെ കഴിഞ്ഞ് വരിക മഴ ഉണ്ടിട്ടാണ്ടാ അടിപൊളി മഴയാ NH റോട്ടില് ഉമ്മോടെ കിടന്നു കേട്ടോ സൈഡായി മാക്ക് വയ്യാണ്ടായി അല്ലേലും മാക്ക് ഇത്തിരി വയ്യാകെ ഉണ്ട് വെച്ചാല് 2 ദിവസമായിട്ട് പനിയാണ് പിന്നെ യാത്രയും കൂടി ആകുമ്പോൾ മാക്ക് മൊത്തത്തിൽ വയ്യാണ്ടായി അതെ അപ്പം മാക്ക് കിടന്നോളാൻ പറഞ്ഞു കിടന്നു യാത്ര ചെയ്യല്ലേ അപ്പൊ അതുകൊണ്ടായിരിക്കാം ക്ഷീണം പിടിച്ചു കുറച്ച് കിടക്കണ്ട അവിടെ കിടക്കട്ടെ നമ്മളിപ്പോ ഏകദേശം വടക്കഞ്ചേരി എത്താറായി വടക്കഞ്ചേരി ടോള് ചെറുതായിട്ട് ചാറ്റൽ മഴ ഒക്കെ അല്ലേ നേരത്തെ നല്ല മഴ ഉണ്ടായിരുന്നു ഇപ്പൊ ചെറുതായിട്ട് ചാറ്റൽ മഴ പാലക്കാട് ജില്ലാ ഭാഗത്തുനിന്ന് മഴ ഉണ്ടാവില്ല എനിക്ക് തോന്നുന്നു ചിലപ്പോ പെയ്യും ജൂൺ മാസമല്ലേ പെയ്യും ചിലപ്പോ ഉണ്ടാവില്ല മഴ ഉണ്ടാവില്ല പണി നടക്കണ്ടല്ലോ അവിടെ അല്ലേ ഏതൊക്കെയോ ഫുൾ ടൈം പണിയാണ് പണി നടക്കുന്നതൊക്കെയോ അങ്ങനെ കേട്ടാ നമ്മൾ ഏകദേശം ഇവിടെ കൊല്ലം കൂടെ എത്തി ഇതാ ഉമ്മയാണെങ്കിൽ ആകെ ഛർദിച്ച് കൊളാക്കി നോക്കിയേ ഇത്ര വരെ ഛർദി ആയിരുന്നിട്ടാ ഫുള്ളും 2-3 പ്രാവശ്യം ഛർദിച്ച് ഇതാ ആള് വെള്ളം കല്ല് കുടിച്ചിട്ട് സെറ്റായിട്ടിരിക്കുകയാണ് ഛർദി വളകി ഇല്ലപ്പാ അതെ വണ്ടിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ കൂടുതൽ ഛർദിക്കും ബസ്സിലിരുന്നാലും വയ്യാത്തോണ്ട് തന്നെ വയ്യാത്തോണ്ട് തന്നെ ഛർദിക്കുന്നത് ഗുളിക കഴിക്കാൻ പറഞ്ഞ ഗുളിക കഴിച്ചില്ലല്ലോ വയ്യ എന്നിട്ട് ഗുളിക കഴിക്കാൻ പറഞ്ഞപ്പോ ഗുളിക കഴിക്കുന്നില്ല എനിക്ക് മാറി നിന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ വേണ്ടില്ല ഒരു ട്രാവൽ ചെയ്യുമ്പോഴേക്കും ആൾക്ക് ടയർഡായി ഛർദിച്ച് ആകതായി ഇതാണ് പറഞ്ഞു കഴിഞ്ഞാൽ അനുസരിക്കില്ല എന്താ കാട്ടുക അതൊക്കെയാണ് അപ്പൊ നമ്മളിവിടെ ഏകദേശം ഇതാ കൊല്ലം കൂടെ എത്തി ഇതാ കണ്ടാ കൊല്ലംകോട് ടൗണ് അപ്പോൾ കേട്ടോ കൊല്ലംകോട് എത്തി
മുല്ലപ്പെന്ന് പറഞ്ഞ ഇവിടെ മുല്ലപ്പുണ്ടോ? എന്തായിരിക്കണം അതാ അങ്ങനെ ഒടുവിൽ സാലിനെ കണ്ടുമുട്ടി, ഷാജിത്താത്തനെ കണ്ടുമുട്ടി. ഷാജിത്താ ഒരു ഹായ് കൊടുത്തേ. ആ പിന്നെ നമ്മുടെ എന്താ ഷാമക്കുട്ടി അത് സെറ്റപ്പ് ഗിരിയാട്ടെ, സെറ്റപ്പാണല്ലോ ഗിരിയാട്ടെ. ഗിരിയാട്ട സെറ്റപ്പാ. എന്താ ഗിരിയാട്ടന്റെ സെറ്റപ്പ്? അച്ചൊന്നില്ല അല്ലേ? ഒന്നുമില്ല അച്ഛ അവിടെ അല്ലേ? കണ്ടാ ആ പുണ്യാവ് വന്നിട്ടുണ്ട്. നമ്മുടെ ശ്യാമക്കുട്ടി വന്നിട്ടുണ്ട് കേട്ടാ. ശ്യാമക്കുട്ടി മൊത്തം ആളെ കണ്ടല്ലേ ഫുള്ള്. ഏതാ സെറ്റപ്പ് നോക്കിയേ ശ്യാമക്കുട്ടി. ഇതെന്താ എന്താ അവിടെ കുളിച്ചിട്ട് ഒരു കെട്ടിയിട്ടില്ലേ അതേമാതിരി ആണാ ശ്യാമക്കുട്ടിയെ? അങ്ങനെട്ടാ. സാരിന്റെ വിശേഷങ്ങളൊക്കെ എന്താ പറയാ? കൊറേ പേര് അന്വേഷിക്കുന്നുണ്ട്. എന്താ വിശേഷങ്ങളൊക്കെ? കുറച്ച് നേരമായി അല്ലേ? ആ അപ്പൊ ഉമ്മ ഛർദിച്ച് കുറേ സ്ഥലത്തൊക്കെ. അപ്പൊ അങ്ങനെ ഒടുവിൽ അങ്ങനെ ഇവരെ കണ്ടിട്ടുണ്ട്. ഇവിടുന്ന് ഒരു കുറച്ച് ലേശം പോയാൽ മതിട്ടാ. ഒരു 150 മീറ്റർ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ വീടെത്തി. അപ്പൊ അങ്ങനെ ഇവരെയും കൂട്ടിയിട്ട് അങ്ങനെ പോകേണ്ടി നിർത്തിയതാണ്. അങ്ങോട്ട് ഇറങ്ങുന്നതാണ് കൊല്ലംകോട് സെന്റർ അല്ലേ? അതെ, കൊല്ലംകോട് സെന്റർ കേട്ടാ. ഇത് കൊല്ലംകോട് സെന്ററിൽ നിന്ന് SP സ്ട്രീറ്റ് ഉള്ളിക്ക്. ഇത്ര വരെ വയ്യാത്ത ആളായിരുന്നു കേട്ടാ. ഛർദിച്ച് കൊള്ളാക്കി വയ്യാത്ത ആളായിരുന്നു. പുണ്യാവാനെ കിട്ടിയപ്പോഴേ പോളിയോ കുട്ടിയല്ലേ? അപ്പൊ അങ്ങനെ കേട്ടാ. അപ്പൊ അവിടെ എത്തി നമ്മള് കൊല്ലംകോട് എത്തിയിട്ടുണ്ട്. അപ്പൊ നേരെ ഉമ്മാക്ക് എന്താ മുല്ലപ്പൂ എന്താ വേണമെന്ന് പറഞ്ഞിരുന്നു. മുല്ലപ്പൂ ഉണ്ടെങ്കിലും മുല്ലപ്പൂ കൂടി കിട്ടിയിട്ട് നേരെ എന്നാ പിന്നെ വീട്ടിലോട്ട് പോവാം. ഓക്കെ ഏകദേശം അവിടെ എത്തി. ഇവിടെ നിന്ന് കുറച്ചുള്ളൂ, കുറച്ചുകൊണ്ട് പോയി എത്തി. എന്താ അവിടെ? ചേമ്മക്കുട്ടി ചുഖല്ലേ? ചേമ്മക്കുട്ടി കുളിച്ചിട്ട് മറ്റേ തലയെ തോർത്ത് കെട്ടി തരില്ല. അതേമാതിരി ചേമ്മക്കുട്ടിയ ഹലോ. അങ്ങനെ അപ്പൊ അടാ ഓക്കെ. ചേമ്മക്കുട്ടിനെ കിട്ടിയപ്പോ ഉമ്മടെ വയ്യാക്ക പമ്പ കിടന്നിട്ടാ. ഇത്ര നേരം കിടപ്പിലായിരുന്നു ആള്. അപ്പൊ അങ്ങനെ അപ്പൊ ഇവിടെ എത്തിയിട്ടുണ്ട്. പോയി അപ്പൊ അവിടെ എത്തി നമ്മള് കേട്ടാ. അപ്പൊ ഇവിടെ എത്തി. ഇനിയിപ്പോ അടുത്ത കുറച്ച് വിശേഷങ്ങളിൽ കാണാം. ഏകദേശം ഇപ്പൊ ഓൾമോസ്റ്റ് ഇത്ര വെച്ചാൽ സമയം കണ്ടില്ലേ? 12:20 നമ്മളിതാട്ടാ സിത്തുവിന്റെ വീടിനോട് എത്തി. വലിയൊരു ആൽമരം. ആൽമരല്ലടത്, ഇത് ആൽമരല്ല, ഇത് വേറെന്തൊരു മരാ അല്ലേ? ഞാനിവിടെ എത്തി. വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ വണ്ടി വെക്കാനല്ലേ, പാർക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് വെച്ചിട്ട് ഇവിടെ വണ്ടി വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ എത്തി. നമുക്ക് എന്നാ പിന്നെ പോവല്ലേ? നമുക്കെന്നാ വായോ. നമ്മള് വീടെത്തിയിരിക്കുകയാണ്. അതാണ് ആ കാണുന്ന വീട്. അപ്പൊ അങ്ങനെയും വരാം, ഇങ്ങനെയും വരാം. ബൈക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ വരാം, ഇല്ലെങ്കിൽ ഇതിനെ അവിടെ വെച്ച് കാർ ഇവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് വരണം. വേറെ കാറിലെ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് എടുക്കാൻ പറ്റിയില്ല. അല്ല ഏറെക്കുറെ വീടെത്തി. സന്തോഷം. വീടെത്തിന്റെ പരിപാടി. നമ്മുടെ ആദമോന് നല്ല ഉറക്കത്തിലാണ്. ചിത്തുണ്ട്. ഹലോ. അപ്പൊ ആദമോന് നല്ല ഉടുപ്പൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ. അല്ലമ്മ നമുക്ക് ഉടുപ്പ് മാറ്റാം അല്ലേ? ഔട്ട്ഫിറ്റ് മാറ്റി കൊടുത്തിട്ട് എടുത്തോ. നമുക്കല്ല ഈ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് എന്നാ കലാപരിപാടിയോടെ നടക്കാം കേട്ടോ. ഓക്കെ.
ചേച്ചോ ചേച്ചു നാണം വന്നിട്ട് ചേച്ചു ചേച്ചി നാണം വന്നിട്ടേ ചേച്ചോ എല്ലാവർക്കും ഹായ് കൊടുത്തേ ചേച്ചു ഹായ് കൊടുത്തേ ഹായ് കൊടുത്തേ ആൾക്ക് നാണം വന്നിട്ടേ ചേച്ചോ ടാറ്റ പറഞ്ഞ ടാറ്റ പോവാ നമുക്ക് ടാറ്റ പോവാ ആ ഹെൽമെറ്റ് കിട്ടാൻ പോവാ ചേസുവിന് നാണം വന്ന് നിക്കാന്നിട്ടാ കാണുന്നത് ടാറ്റ പറഞ്ഞ് പ്ലാൻ ടാറ്റ പറഞ്ഞിട്ടാ അസ്സലാമു അലൈക്കും വീഡിയോ മുല്ലപ്പ് വെച്ച് കൊടുക്കട്ടാ മുല്ലപ്പൊക്കെ വെച്ച് കൊടുത്ത് കളനക്ക് മുല്ലപ്പൊക്കെ വെച്ച് കൊടുത്ത് നാണം പോയാ ചേച്ചുന്റെ ചേച്ചി നാണം പോയാ ഞാൻ എത്ര അഭിനയിച്ചാന്നൊക്കെ അല്ലേ അത് സിത്തൂടെ ഇത് സിത്തുവിന്റെ ആകെയുള്ള ഒരു മാമ ഇത് സിത്തുവിന്റെ രണ്ടാമതുള്ള മാമ അല്ലേ ഹായ് കൊടുത്തോ ഒടുവിൽ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് സിത്തുണ്ട് ഞാനുണ്ട് സിത്തുണ്ട് ചേജു ഉണ്ട് ആദമുള്ളത് അവിടെയാ അല്ലോ ചേജു എന്തിട്ടാ കൊടുക്കാം അപ്പൊ നമുക്കിത് ഇടാല്ലേ പരിപാടി എന്നാ എന്താ എന്റെ വിശേഷമൊക്കെ കുഴപ്പമൊന്നുമില്ലല്ലോ കുറേ പേര് സിത്തുവിനെ സാലിനൊക്കെ അന്വേഷിച്ചവരുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞോ ചേച്ചനെ കാണിച്ചു ചേച്ചൊക്കെ ഇപ്പൊ വലിയ ആളായി റെഡിയാ ഇടുമ്പോ എടുക്കാം ഇടാം അപ്പൊ നമുക്ക് ഇടാം അങ്ങനെ ആദമുനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കി ആളെ സുന്ദര കൊട്ടപ്പനാക്കിട്ടാ ഇനി അടുത്ത് നമുക്ക് അങ്ങനെ ആദമോന് നല്ല ഉറക്കത്തിലാണ് കേട്ടാ ആദമോന്റെ പുതിയ കോസ്റ്റ്യൂം കേട്ടാ അടുത്തത് അത് കഴിഞ്ഞാല് അടുത്തത് ഏതാ ഷൂവ് അതിനളവാ കറക്റ്റ് അളവാ ഉലിച്ച് പറയും അതന്നെ കണ്ടാ ഇത് ഷെമി 1 ഇത് ഷെമി 2 എന്നാ പറഞ്ഞേട്ടാ അടുത്ത സിത്ത് അടുത്ത ഡ്രസ്സ് പറയാൻ പോവാ അല്ലേ ഇഷ്ടംപോലെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നാണ് കേട്ടാ അപ്പോൾ ഈ വണ്ടി ഇവിടെ നിർത്തി ഈ വണ്ടിയിൽ ഇവിടെ വന്നിട്ട് ഫോട്ടോ എടുക്കാൻ വന്നതാ അപ്പോൾ ആദവനെ വെച്ചിട്ട് ഫോട്ടോ ഇതാ ചോദിക്കാൻ മുകളിൽ അപ്പോൾ വെച്ചിട്ടൊരു ഫാമിലി ഫോട്ടോ എടുക്കാൻ വിചാരിച്ചു എടുക്കാല്ലേ എവിടെ ഇപ്പുറത്ത് നിന്നാ ഇപ്പുറത്ത് നല്ല ക്ലിയർ ഉണ്ട് ആദമു അതെ ആദമ കോസ്റ്റ്യൂം മാറിയിട്ടുണ്ട് ഇത് എന്താ വെച്ചാല് സിത്ത് വന്നിട്ട് നമ്മള് കൊടുന്ന ഡ്രസ്സ് ഇട്ടിട്ട് ഇനി ഇടാനുണ്ട് അപ്പൊ അതിന് മുമ്പ് 2-3 ഫോട്ടോസ് എടുക്കാണ്ട് ഇവിടെ വന്നാണ് കേട്ടോ അപ്പൊ എടുക്കാല്ലേ ഫോട്ടോസ് അങ്ങനെ നമ്മൾ വീഡിയോ എടുത്ത് കഴിഞ്ഞു കേട്ടോ അല്ല ഫോട്ടോ എടുത്ത് കഴിഞ്ഞു ഫോട്ടോ എടുത്തതിന് ശേഷം ഞങ്ങളുടെ പോവാണ് നല്ല ഉറക്കത്തിലാണ് കളിയിലാണ് തുടങ്ങിട്ടാ ഹലോ ചൊത്തിക്കിളി വമ്മ ഫുഡ് അടിക്കട്ടെ ഫുഡ് അടി ചടങ്ങ് കണ്ടപ്പോൾ ഫുഡ് അടിക്കാണ് ഇവിടെ ഫുള്ളും ചർച്ചയിലാണ് ചർച്ച ഇറക്കട്ടെ പുറത്ത് നല്ല ചെറുതായിട്ട് നല്ല ക്ലൈമറ്റ് നല്ല മഴയ്ക്കുള്ള കോളുണ്ട് കേട്ടോ ഉണ്ടോ ഫുള്ള് നല്ല മഴയ്ക്കുള്ള കോളുണ്ട് ഇവിടെ ഫുള്ള് സംസാരത്തിൽ അവിടെ പിന്നെ എല്ലാവരും ഫുഡ് അടിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ബാക്കി സിത്തൊക്കെ ഡ്രസ്സൊക്കെ മാറി സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മാച്ച് മേടിച്ചിട്ടുള്ളത്
അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള ഫോട്ടോഷൂട്ടും കാര്യം എടുക്കണം, ഡ്രസ്സ് മാറിയിട്ടില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഫുഡ് അടി കാര്യമെല്ലാം സെറ്റായി. ഒരു ഷൂ ഇട്ട് കൊടുക്കട്ടെ, ഷൂ ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ചൂടാനും സമയം ഉണ്ടാവുള്ളൂ. ശരിയല്ലേ? മൂന്നാൾക്ക് നിരത്തിട്ട് കൊടുക്കേണ്ടി വരും. മൂന്നാൾക്ക് മാറി മാറി ഇടേണ്ടി വരും. നോക്കണ്ട ആള്. അതായിരിക്കും. ഉറങ്ങട്ടെ. എൻ്റെ അടുത്ത് കേട്ടാ ക്ഷേമമോള് ക്ഷേമമോളുടെ മറ്റേത് ഇന്ത്യ സിംഗിന്റെ പഞ്ചാബി സിംഗിന്റെ ക്ഷേമമോള് കാറ്റുകൾ ഇറങ്ങിയ കേട്ടാ. ടാറ്റാ ടാറ്റാ ടാറ്റാ. അവിടെ രസമുണ്ടല്ലോ അത്. ആ ഇട്ടെടുക്ക, രസമുണ്ട്. ഫോട്ടോഷൂട്ട് തുടങ്ങിയാലോ നമുക്കെന്നാ. ക്ഷമ ഫാത്തിമ. മഴയില്ലാത്ത കാരണം വലിയ കുഴപ്പമില്ല. മഴ കുറവാട്ടാ. നമ്മുടെ നല്ല മഴയാ, കാറ്റുണ്ട്, വലിയ കുഴപ്പമില്ല. മഴയൊക്കെ പുറത്തിറങ്ങാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതെ, മഴ സീനില്ല. അങ്ങനെ പിന്നെ നമുക്ക് കുറച്ച് ഫോട്ടോഷൂട്ട് ചെയ്താലെന്നാ. ഫോട്ടോഷൂട്ട് എടുക്കാം അല്ലേ? ഇനി കുറച്ച് ഫോട്ടോഷൂട്ട് എടുക്കട്ടെ. ഞാനും ഇപ്പം സെയിം കളർ മാച്ച് എടുക്കാം. ചെറിയ മാച്ച് കുറവുണ്ട് അല്ലേ? ചെറിയ മാച്ച് കുറവുണ്ട്, എന്നാലും കുഴപ്പമില്ല എടുക്കാം അല്ലേ? പിന്നെ കുറച്ച് ഫോട്ടോഷൂട്ട് എടുക്കാം. ഈ കളറിന് മാച്ചായിട്ട് ഫോട്ടോഷൂട്ട് എടുക്കാം. ഓക്കെ, വാ. ചേച്ചു കമോൺ. ചേച്ചു 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 അത് കാലാണ് നിൽക്കണ്ടേ. ചേച്ചു വാ വാ വായു. ചെരിപ്പേരിട്ടില്ലേ? വെറുതെ എല്ലാ ആള് കാലും ചിക്കണേ. കള്ള 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 സുത്ത കണ്ടി കള്ള. ആ ഉള്ളിക്ക് പോണ അല്ലേ? ആ വെറുതെ എല്ലാ ആളും നടക്കാൻ പറ്റാണ്ടിരിക്കണ്. ചെരുപ്പ് ഷൂ നേരിട്ട് കൊടുത്തിട്ടില്ല. ഇല്ലേ ചേച്ചോ? വാ ചേച്ചോ, അടച്ചോ. ചേച്ചി വാ. ചേച്ചു വായു. ചേച്ചു ചേച്ചോ കയ്യഞ്ച്. എന്നാലും വിളിച്ചോട്ടോ. ആദമന് വേണ്ടേന്നിപ്പോ. കേട്ടാ ചേച്ചി വേണ്ട, ചേച്ചിനെ പിടിച്ചു വേണ്ട. ചേച്ചി രണ്ടുപേരെ പിടിച്ചോണ്ട് പോവാ. ആദമ എവിടെയെന്ന്? ആദമ ഇല്ല, ആദമ അവിടെ ഉള്ളത് അല്ലേ? ചേട്ടാ ചേച്ചോ, ചേട്ടാ ചേച്ചോ, നീ വിടുക്കോടോ വിടുക്കോടോ വിടുക്കോടോ. റിമോടുത്ത് മറ്റേ ഉമ്മ ഫ്രീ കിട്ടി ഗൈസ്. ഉമ്മ ഫ്രീ കിട്ടി. ലേച്ചോ ഫോട്ടോഷൂട്ട് കൊടുക്കുന്ന അല്ലേ? ഈ ചേച്ചാവും ക്ഷേമാവും പേര് വലിയ വ്യത്യാസമില്ലാത്ത തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. അതെ, ക്ഷേമാന്നൊരു 10 വട്ടം വിളിച്ചാ പിന്നെ ചേച്ചാനെ വിളിക്കാനൊന്നും തെറ്റിപ്പോവും. പിന്നെ സെയ്സാനെ ഒരുപാട് വട്ടം വിളിച്ചാ ക്ഷേമാനെ വിളിക്കണമെന്ന് തെറ്റിപ്പോവും. മാറിപ്പോന്ന്. ഏതാടാ ചിരി? വീഡിയോ കാണാത്തത് കാണാൻ പറഞ്ഞു. വീഡിയോ അല്ല ഹെയർബെൻഡ് പോയിക്കണോ? ഏത് ഏത്? കാതുകുത്തലിൻ്റെ. ആ പിന്നെ നമ്മുടെ കാതുകുത്തലിൻ്റെ ഒരു വീഡിയോസും കാര്യമൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്ഷേമക്കുട്ടീൻ്റെ കാതുകുത്തലിൻ്റെ. അപ്പോൾ അത് കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോയി കാണുക. അതിൽ നമ്മളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ, കാര്യങ്ങളൊക്കെ ഫുൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ഈ ഒരു വ്യൂ കാണിച്ചു നിങ്ങൾക്ക്. നോക്കിയാൽ എന്താ ഒരു മല ഉണ്ടാ, ഫുള്ള് മലപ്രദേശം ഉണ്ടാ, അടിപൊളിയായിട്ടില്ലേ? അപ്പോൾ നമ്മൾ ഇതാണ് കേട്ടോ ലൊക്കേഷൻ. ഈ ലൊക്കേഷൻ വെച്ച് നമുക്ക് എടുക്കാം. എത്തുവാ കുറച്ച് ഇങ്ങോട്ട് ഇപ്പുറത്തേക്ക് ക്ലിയർ നോട്ടെ. ആടുന്ന് ആ നീ സാലി നിൽക്ക്. നിങ്ങളെ കുറേ പേര് ചോദിച്ചിരുന്നു. അപ്പോൾ രണ്ടുപേരും ഇങ്ങോട്ട് ആ. അപ്പോൾ അങ്ങനെ ഒടുവിൽ സാലിയും സിത്തും എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ പേര് നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഫാമിലീസിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു സാലീനും സിത്തുവിൻ്റെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ എന്താ പറഞ്ഞോ, എന്തൊക്കെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞോ.
പറഞ്ഞോ എല്ലാവരോടും. നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറെ ഫാമിലീസ് ഉണ്ടല്ലോ, അവരോട് എന്താ പറയാനുള്ളത്? ആ അതെ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അപ്പൊ അങ്ങനെ, അപ്പൊ നിങ്ങൾ പറഞ്ഞ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് കേട്ടാ. അപ്പൊ എല്ലാവരും ഹാപ്പിയാണ്. സപ്പോർട്ട് ചെയ്യാം. അതെ, എല്ലാരും കാണാം. അതെ അതെ, എല്ലാരും കാണാം. കുറെ വീഡിയോസ് ഒക്കെ ഉണ്ടാവും കേട്ടാ. ഇപ്പൊ മരുമക്കളൊക്കെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തട്ടിക്കുട്ടി അങ്ങനെ അങ്ങനെയൊക്കെ ഉള്ള, എന്നാലും കുഴപ്പമില്ലാണ്ടൊക്കെ നമ്മള് സെറ്റ് ആക്കുന്നുണ്ട് അല്ലേ. അപ്പൊ എന്തായാലും ഇപ്പൊ അങ്ങനെ ഇനിയിപ്പോ എന്തായാലും അവരോട് വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോ ഇതാ ഷെയ്സമോളൊക്കെ അടുത്ത് ഇറങ്ങുന്നുണ്ട് കേട്ടാ. ഷെയ്സമോളൊക്കെ ഇതാ ഓൺ ദ വേ ആണ്. ഷെയ്സമോളൊക്കെ അതിന്റെ പ്രിപ്പറേഷനിലാണ് കേട്ടാ. നമുക്കിങ്ങനെ ആദമോനെ കൊടുത്തിട്ട് നമുക്ക് ഒരു ഫോട്ടോഷൂട്ട് എടുക്കാം കേട്ടാ. ഷെയ്ജോ എന്താ ഷെയ്ജോ? ഷെയ്ജുവിന്റെ വിളയാട്ടങ്ങൾ ഗൈസ്, ഗുണ്ടായിസം, ഷെയ്സിന്റെ ഗുണ്ടായിസം. ഇവിടെ നമ്മുടെ അസ്ലം കുട്ടി ഉണ്ട് കേട്ടോ. അസ്ലം കുട്ടി ഒരു ഹായ് കൊടുത്ത. അസ്ലം കുട്ടിയെ ഹായ്, സുഖല്ലേ അല്ലേ? അച്ചിപ്പോ ഒരു ഹായ് കൊടുത്തേ. ഹായ്. അച്ചിപ്പുവിന്റെ ഇക്കന്മാരൊക്കെ ഇവിടെ പോയി, സ്കൂളിൽ പോയി അല്ലേ? ആ, നല്ല അടിപൊളി കുറച്ച് ഫോട്ടോഷൂട്ട് ഇവിടെ നിന്ന് നല്ല അടിപൊളിയായിട്ട് കിട്ടും. അടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഉപ്പാനെ കാണുന്നില്ല. അപ്പം അതുകൊണ്ട് എടുത്തിട്ട് നമുക്ക് എന്നാ രോഗം പിരിയാം അല്ലേ? ഏതാ ഗിരിയേട്ടന്മാര് സെറ്റപ്പ് നോക്കിയേ. ചേച്ചോ കൈയിട്ടെ ഹലോ ഒരു മുഹൂർത്ത. ചേച്ചോ അങ്ങനെ ചേച്ചോ ചേച്ചോ. ചേച്ചിന്റെ കുറച്ച് ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ടാ. ചേച്ചിന്റെ കുറച്ച് ഫോട്ടോഷൂട്ട് കഴിഞ്ഞു. അപ്പൊ നമ്മള് കുറച്ചൊക്കെ ഫോട്ടോഷൂട്ടും കാര്യമൊക്കെ എടുത്തു അല്ലെ സിത്തോ? ഫോട്ടോഷൂട്ടും കാര്യമൊക്കെ എടുത്തു. എന്താ ആദമ ഇപ്പോഴും എണീച്ചിട്ടില്ല. ആദമ കോസ്റ്റ്യൂം കേട്ടാ. അപ്പോൾ ഫോട്ടോഷൂട്ട് പരിപാടികളെല്ലാം കഴിഞ്ഞ് ഇതാ നേരെ കുറച്ച് ഫോട്ടോഷൂട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വീഡിയോസിൽ നമ്മൾ കുറച്ച് ഫോട്ടോഷൂട്ടിൻ്റെ കാര്യം വീഡിയോസ് നമുക്ക് ഇടാം. ശ്യാമക്കുട്ടീനെ കൊണ്ട് നടക്കുന്നുണ്ട്. ഏതാ ഇതാ? ആ, അതെന്തോ പരിപാടി ഉണ്ട് കേട്ടാ. എന്തോ പൂജ അങ്ങനത്തെ അതാ ഉണ്ടി എന്ന് കാണുന്നുണ്ട്. അപ്പോൾ എന്തോ ഒരു വിശ്വാസപ്രകാരം എന്തോ ഇവിടെ ഉണ്ട് കേട്ടാ. അതെ അതെ അതെ, വിളക്ക് വെക്കലുണ്ടാവും. അപ്പോൾ കാര്യങ്ങളൊക്കെ അപ്പോൾ ഉഷാറാവട്ടെ കേട്ടാ. ഇത് എന്ത് മരമെന്ന് അറിയില്ല, ഇത് എന്ത് മരമെന്ന് അറിയില്ല. ആലുമരല്ല, ഇത് വേറെ മരം, പക്ഷെ നല്ല രസമുണ്ട് എന്നിട്ടാ. ഇത് കണ്ടോ, ഇത് അടിപൊളി വൈബ് പിടിച്ച സ്ഥലം കേട്ടോ അതൊക്കെ. ഒരാളവിടെ കള്ള അയ്യോ വ്ളോഗ് എടുക്കണ്ട കള്ള. അല്ലേ അസ്ലംകുട്ടി വ്ളോഗ് എടുക്കാൻ വരിക. അസ്ലംകുട്ടി വ്ളോഗ് എന്താ? അപ്പൊ നമ്മളെല്ലാരും വ്ളോഗ് എടുക്കുമ്പോഴേ അസ്ലംകുട്ടി പുതിയ വ്ളോഗറാണ് കേട്ടാ. വ്ളോഗറിന്റെ നെയിം പറഞ്ഞേന്ന്. വ്ളോഗറിന്റെ നെയിം എന്താ? അസ്ലം വ്ളോഗർ. ഇപ്പൊ സമയം 2:45 ഉണ്ടാ. 2:45 പിന്നെ പോവാൻ നോക്കട്ടെ. പതുക്കെ ഇറങ്ങാൻ നോക്കാം. ചായ എല്ലാം കുടിച്ചിട്ട് പതുക്കെ ഇറങ്ങാൻ നോക്കാം അല്ലേ? അസ്ലംകുട്ടി ഇവിടുന്ന്. അസ്ലംകുട്ടി എന്താ അസ്ലംകുട്ടിക്ക് പറയാനുള്ളത്? എല്ലാവർക്കും ഒരു ഹായ് കൊടുത്തേ. അസ്ലംകുട്ടി പറയും എൻ്റെ പുതിയ അസ്ലം വ്ളോഗ് ഞാൻ തുടങ്ങാൻ പോകുന്ന പറഞ്ഞേ. പറയ് എൻ്റെ അസ്ലം വ്ളോഗ് ഇല്ല ഇങ്ങനെ പറയും. നമ്മുടെ ചാനലിൽ എല്ലാവരും ഫോളോ ചെയ്യാൻ പറയും. ആ, നമ്മുടെ ചാനലിൽ അപ്പൊ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും. എന്തോ പറഞ്ഞിട്ടാണ് മനസ്സിലായില്ല. ടേഡിയമോളും പറഞ്ഞിട്ടോ. ടേഡിയമോളും ആ ചേച്ചി ഒന്നുമില്ല. ഓ ഓ ഓ ഓ വാ. ചാച്ചിമ്മ പയ്യനോ ഓടിപ്പോയിക്കോളെ നിങ്ങൾ വീട്ടിൽ. പണിയും ചീത്ത പഠിക്കണു. ഞങ്ങൾ പോകാൻ ഡാൻസ് ഡാൻസ് അവിടെ ഡാൻസ് 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 2 ഡാൻസ് ഇട്ടാ. ചേച്ചി ഡാൻസ് കളിച്ചാ
ചെത്തി ഏത് ഡാൻസ് ചേച്ചി അവിടെ നോക്കണ്ട കേട്ടാ എന്താ അതിന് ചേച്ചിന്റെ മേത്ത് പാത കയറിയാ ചേച്ചി കള്ള ചാടന പിന്നെ കഴിഞ്ഞല്ലേ സിത്തോ എന്നാ പിന്നെ നമുക്കെന്നാ പൂവള സെറ്റപ്പ് നോക്കാം അല്ലേ ഏകദേശം ഓൾമോസ്റ്റ് ഫോട്ടോഷൂട്ടും കാര്യം കഴിഞ്ഞില്ലേ അതിന് പോവല്ലേ സിത്തു അന്വേഷണം പറഞ്ഞിട്ടുണ്ടല്ലേ സിത്തോ ആ അപ്പോൾ സിത്തു എല്ലാവരോടും അന്വേഷണം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ ഇവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു പിന്നെ അതുപോലെ തന്നെ സാലിയും ഷാജിത്താത്തയും പോവാണ് വീട്ടിലേക്ക് അപ്പോൾ സാലിയുടെ വിശേഷങ്ങളും അറിയിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചോദിച്ചിരുന്നില്ലേ സാലി സിത്തു എല്ലാവരും ചോദിച്ചിരുന്നില്ലേ അപ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു വീഡിയോസാണ് കേട്ടത് ഓക്കെ അതെ കണ്ടിന്യൂസ് കാണാം അല്ല ഇഷ്ടപ്പെടുന്നവരൊക്കെ ഫോളോ ചെയ്യാം അല്ലേ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പോൾ അങ്ങനെ അല്ലേ അപ്പോൾ എല്ലാവരും പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞു എല്ലാവരും യാത്ര പറഞ്ഞിട്ട് മെല്ലെ പോവാ രണ്ടുപേരും അവിടെ കൊണ്ടാക്കിട്ട് ഞാൻ വരുന്നതിനുള്ളിൽ യാത്രയൊക്കെ പറഞ്ഞിരിക്കും അതെ ഓ ശരി എന്നാ പിന്നെ അമ്മ പോവല്ലെന്നാ ഓക്കെ അല്ലേ ഇല്ലമ്മ എന്നാ പിന്നെ പതുക്കെ പോവല്ലേ യാത്ര കണ്ടിട്ട് അല്ലേ ഷാജിയത്താ എന്നാ പിന്നെ പതുക്കെ അല്ലേ അപ്പൊ എല്ലാവരോടും ഒരു ടാറ്റ കാണിച്ചു ഇവിടെ ടാറ്റ ഇവിടെ കാണിച്ചോ ഷാജിദാത്ത കാണിച്ചോ ആ അവിടെ കൈ പിടിച്ചോണ്ടല്ലേ ഓക്കെ 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 ടാറ്റ അതമ്മ ഉറക്കത്തിന് എണിച്ചിട്ടില്ല കേട്ടാ ചേച്ചോ ടാറ്റ കൊടുത്ത് ചേച്ചോ ചേച്ചു ടാറ്റ ശരി ശരിയില്ല ഇപ്പൊ എന്നാ പരിപാടി കഴിഞ്ഞില്ലേ എന്നാ യാത്ര പറഞ്ഞിട്ട് നേരെ ഒന്ന് പോവാട്ടാ യാത്ര പരിപാടി കഴിഞ്ഞിട്ട് പതുക്കെ ചായ എല്ലാം കുടിച്ചിട്ട് പതുക്കെ ഒന്ന് ഇറങ്ങാൻ നോക്കാം കേട്ടാ അപ്പൊ ഓക്കെ ബൈ ബൈ കുത്തിടിച്ചാ കണ്ടാ ചേച്ചിനെ നന്നായി നോക്കുന്നവരെന്ന് അപ്പോൾ ഓക്കെ അപ്പോൾ ഇങ്ങനെ പോവായിട്ട് നമ്മള് പരിപാടി കഴിഞ്ഞു ഇനി നേരെ പോവാണ് അപ്പോൾ യാത്ര ടൈപ്പാണ് ഫുള്ളും അപ്പോൾ പോട്ടെ ഓക്കെ ബൈ ബൈ ശരി ടാറ്റ അപ്പോൾ ഓക്കെ അപ്പോൾ ഇറങ്ങി പിന്നെ പതുക്കുന്ന പോവാന്ന് പറയാം കേട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ ശരി കേട്ടോ എല്ലാവർക്കും ഓക്കെ സിദ്ധ പോട്ടെ അപ്പോൾ ശരി അപ്പോൾ പരിപാടി കഴിഞ്ഞു അപ്പോൾ ഇത് ഈ കോസ്റ്റ്യൂം ഈ ഷർട്ട് സിത്തു അവിടുന്ന് എനിക്ക് സർപ്രൈസ് ആയിട്ട് തന്നതാണ് ഷർട്ട് രസമുണ്ട് അപ്പം അങ്ങനെ അപ്പോൾ പിന്നെ കഴിഞ്ഞിട്ട് പരിപാടിയെല്ലാം കഴിഞ്ഞു ഇൻഷാ അല്ലാ അപ്പോൾ പോകാൻ നോക്കട്ടെ അപ്പോൾ ഇത്രയ്ക്കുള്ള വീഡിയോസ് ഇട്ടാ ഇനി നേരെ പോണത് വീട്ടിലോട്ട് എത്തിക്കഴിഞ്ഞാൽ പറ്റിക്കഴിഞ്ഞാൽ വീഡിയോസ് കാര്യം എടുക്കാം ഓക്കെ ഏകദേശം എത്തുമ്പോൾ രാത്രിയാവും അല്ലേ അപ്പം പിന്നെ പോവാം എവിടെ പേരുണ്ടായാൽ തുറന്നത് വെച്ചു അപ്പോൾ കഴിഞ്ഞു വണ്ടി തിരിക്കലായി അവിടെ നിന്ന് എല്ലാവരും വരുന്നുണ്ട് ഉമ്മാനെ യാത്ര അയക്കാൻ അപ്പോൾ ഓക്കെ അങ്ങനെ നമ്മളേ അവിടുന്ന് പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയിട്ടാണ് അപ്പൊ നമ്മളവിടുന്ന് വടക്കഞ്ചേരി എത്താറായി വടക്കഞ്ചേരി ഈ ഭാഗത്ത് വടക്കഞ്ചേരി നെന്മാറ ഈ ഭാഗത്തില്ലേ എന്താ പറയാ ക്ലൈമറ്റ് ഉണ്ടാ ഒരു കുഴപ്പമില്ല കേട്ടാ സെറ്റാണ് ഇവിടെ സെറ്റാണ് പക്ഷെ അങ്ങോട്ട് പോകുന്തോറും നമ്മളെ തൃശ്ശൂര് അങ്ങോട്ട് പോകുന്തോറും മഴ സാധ്യത കൂടുതലാണ് മഴ സാധ്യത നല്ല കൂടുതലാണ് ഈ ഭാഗത്തും തീരെ മഴയില്ല അപ്പൊ ഇനി അവിടെ എത്തിക്കഴിഞ്ഞാൽ മഴയൊക്കെ ഉണ്ടാവും ഞാൻ കാണിച്ചില്ല അപ്പൊ പിന്നെ പരിപാടി എല്ലാം കഴിഞ്ഞു ഉഷാറായി ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ് ഡ്രൈവിങ്ങിലാണ് വീണ്ടും വണ്ടി കയറി ക്ഷീണത്തിലായി വണ്ടി കയറി കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണമാവും അപ്പൊ നമുക്ക് കഴിഞ്ഞ് വടക്കഞ്ചേരി എത്തി ഇനിയിപ്പോ അവിടെ നിന്ന് അങ്ങോട്ട് ഭയങ്കര എന്താ പറയാ ബ്ലോക്ക് ഉണ്ടാവും അതേപോലെ നല്ല മഴ ഉണ്ടാവും നല്ല മഴക്കാറ് കാണുന്നുണ്ട് നമ്മൾ തൃശ്ശൂർ ഭാഗത്ത് ഉണ്ടാ ഉണ്ടാ തൃശ്ശൂർ ഭാഗത്തത് ആ ഭാഗത്ത് നല്ല മഴക്കാറാ ഉണ്ടാ ഉണ്ടാ നമ്മളെ ഈ വടക്കഞ്ചേരി
വടക്കഞ്ചേരി ഇല്ലേ ആ ഹൈവേന്റെ അവിടെ മറ്റേ ഇത് ഭയങ്കര വില കുറവാണ് കേട്ടാ. നോക്കണം പോയിട്ട് സംഭവം എന്താ അറിയില്ല, സംഭവം എന്താ അറിയില്ല. എന്താ നോക്കട്ടെ അതിലുണ്ട് എന്തിനാന്നറിയില്ല, നോക്കട്ടെ. റെയിൻകോട്ട് 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 200 റുപ്യ. അത് റെയിൻകോട്ടാണ്, റെയിൻകോട്ടല്ല മറ്റേ ഈ തണുപ്പിനൊക്കെ ഇടുന്ന കോട്ടില്ലേ അതാണ് 200 റുപ്യ എന്നിട്ട്. ആ മഴയത്ത് തണുപ്പിനൊക്കെ ഇടാൻ പറ്റുന്ന സാധനം അത്. തണുപ്പിനൊക്കെ ഇടാൻ പറ്റില്ലേ അങ്ങനത്തെ ടൈപ്പ് അത് തണുപ്പിനൊക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പ്. ആ തണുപ്പിനൊക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പിലുള്ള സാധനമാണ്. വടക്കഞ്ചേരി ഭാഗത്താണ്ടല്ല. അപ്പോൾ ഭയങ്കര ഓഫ് റൈഡ് നടക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ആ ഒരു മോഡല്. അപ്പോൾ ഇത് റെയിൻകോട്ടല്ല, റെയിൻകോട്ടിന് ഉപയോഗിക്കാം, തണുപ്പിനൊക്കെ ഉപയോഗിക്കാം. തണുപ്പിനൊക്കെ ആയിട്ട് ഇങ്ങനെ ഉപയോഗിക്കുന്ന ടൈപ്പില്ലേ അവിടെ ഉള്ളില് സോഫ്റ്റ് ആയിട്ടുള്ള ആ ടൈപ്പാണ്. അതിപ്പോൾ 200 റുപ്യ എന്നുണ്ടെങ്കിൽ കൊടുക്കുക. ഫുള്ള് കണ്ട രസമുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഫുള്ളും ഈ അണ്ണന്മാരാണ്, അണ്ണന്മാരവിടെ കൊണ്ട് വിൽക്കാൻ തോന്നുന്നു. ഭയങ്കര വില കുറവാന്നിട്ടേ. എത്ര 1000-1500 റുപ്യ 1000-1500 റുപ്യയുടെ സാധനം 200 റുപ്യ എന്നുണ്ടെങ്കിൽ വിൽക്കുന്നുണ്ട് ഇവര്. അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ മേടിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട് കേട്ടോ. അത് ചില ഫുള്ള് മിക്സ് ആക്കി ഇട്ടിക്കുക. അതിൻ്റെ അത് നമ്മളിങ്ങനെ സെലക്ട് എടുക്കണം, തിരഞ്ഞെടുക്കണം. അങ്ങനെ ആ വടക്കഞ്ചേരി എത്തലും മഴ തുടങ്ങില്ല. സ്റ്റാർട്ടിങ് മഴ വടക്കഞ്ചേരിന്ന് മഴ തുടങ്ങിട്ടാ. അപ്പോ കണ്ടില്ലേ നമ്മുടെ ആ ഭാഗത്ത് തീരെ മഴയില്ല. ഇവിടെ എത്തിയപ്പോഴാണ് മഴയുടെ തുടങ്ങിയത്. ഇല്ലമ്മാ ഇല്ലപ്പാ വടക്കഞ്ചേരി മഴ വന്നു തുടങ്ങി. നമ്മുടെ ആ കൊല്ലങ്കോട് നമ്മാറ പാലക്കാട് ആ ഭാഗത്തു നിന്നും മഴയില്ല കേട്ടോ. ഇവിടെ മഴ ചാറി നമ്മുടെ ഭാഗത്ത് നല്ല മഴയാണ്. ഇനിയിപ്പോ വടക്കഞ്ചേരി സ്റ്റാർട്ടായിട്ടുണ്ട്. ഇനിയിപ്പോ ഏതാനും നിമിഷങ്ങൾക്കൊക്കെ നമ്മൾ പോകും തോറും മഴ കൂടിക്കൊണ്ടിരിക്കും. ടോളിട്ടാ ടോള് കഴിഞ്ഞു. ടോള് പരിപാടി കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട്. ഞാലിപ്പഴം 100 എഴുതിയിട്ടുണ്ട്. പക്ഷെ 100 അര കിലോ 1 കിലോ മതി. കഴിഞ്ഞുള്ളൂ. അപ്പോൾ ഞാലിപ്പഴം കേട്ടോ സാധനത്തിരിക്കും. ആ ഇത് വില കുറഞ്ഞില്ല. അപ്പോൾ നമ്മൾ അന്ന് ചോദിക്കുമ്പോൾ 400 റുപ്യ ആയിരുന്നു ഈ ഞാലിപ്പഴത്തിൻ്റെ. ആ ഉണ്ടാ ഇപ്പോൾ മഴ ആയതുകൊണ്ട് വില കുറഞ്ഞിട്ടുണ്ടാവും അല്ലേ? ഓക്കെ ശരി കേട്ടോ. അത് ഉമ്മാക്ക് ഞാലിപ്പഴം വേണമെന്ന് പറഞ്ഞിട്ട് ഞാലിപ്പഴം മേടിച്ചതാണ്. അപ്പോൾ 1 കിലോ മേടിച്ച് നോട്ടെ. ആ കാട്ടിയ നല്ല അടിപൊളി ഞാലിപ്പഴം കേട്ടോ. ഉണ്ടോ അടിപൊളി ഞാലിപ്പഴം. ഇത് കിലോന് 200, അര കിലോന് 100 റുപ്യ. അടിപൊളി സാധനമാണ്. ഒരു നെല്ലിയാമ്പതി ഇല്ലേ, നെന്മാറ നെല്ലിയാമ്പതിയിൽ നിന്ന് ഡയറക്റ്റ് പറിച്ചോണ്ട് ഒരു പീസ് എടുത്ത് നോട്ടമ്മ. ഒന്നെടുത്ത് നോട്ടെ, കഴിച്ചോട്ടെ. ആ കേട്ടോ സാധനം ഈ സാധനം കേട്ടോ കഴുകട്ടെ. കണ്ട ഉപ്പും കൂടി പഠിക്കാം അല്ലേ? അല്ലേ ഞാനേ അത് തിന്നണ കാപ്പിൽ അറിയാണ്ട് കുരു പോയി. കുരുവാ? അയ്യോ കൊപ്പല്ലേ? ഓക്കെ അറിയാണ്ടേ കുരു അതിൻ്റെ ഉള്ളിൽ പോയി തരാൻ. ഞാൽപ്പഴം അറിയാം. അതെ ഞാൽമരാവും ബാത്റൂമിൻ്റെ ഉള്ളിൽ.
നമ്മള് തൃശ്ശൂരുള്ള. അപ്പൊ അങ്ങനെ നമ്മള് വീട്ടിലൊക്കെ എത്തി. ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ. അപ്പോൾ വന്ന ഭയങ്കര ടയേർഡും കാര്യമൊക്കെ ഉണ്ടായിരുന്നു, ഭയങ്കര ടയേർഡായിരുന്നു. അപ്പോൾ നേരെ ഉമ്മ പോയി കിടന്ന്, നമ്മൾ നേരെ കുളി നേരത്തെ തന്നെ കിടന്നിട്ടാ. അപ്പോൾ ഭയങ്കര ടയേർഡായിരുന്നു. അപ്പോൾ പിന്നെ പിന്നെ പിറ്റേ ദിവസം നേരം വെളുത്ത് എല്ലാം സെറ്റപ്പായിട്ട് വിശേഷങ്ങളൊക്കെ നമുക്കറിയാം. നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ഉമ്മ അടുത്തുണ്ട്. ഉമ്മ അടുത്ത് തന്നെ ചോദിക്കാം. അല്ല മാക്ക പോയിട്ട് കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ഉഷാറായിട്ട് നടന്നില്ലമ്മ? കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് പോയി. അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ. കുട്ടിയും ഷാലിക്കുട്ടിയും സെഹ്മാമോളും അതുപോലെ ഷെയ്സാമോളും ആദമോനും എല്ലാവരും നല്ല പരിപാടിയായിരുന്നു, നല്ല ഉഷാറായിരുന്നു. പക്ഷെ ഇവിടുന്ന് പോകുമ്പോൾ നല്ല മഴയായിരുന്നു. അവിടേക്ക് വടക്കഞ്ചേരി എത്തി അങ്ങോട്ടും ഇല്ല മഴ, അങ്ങോട്ട് നല്ല അതുപോലെ വേനൽ പോലെ കിടക്കുന്നുണ്ട്. ഇങ്ങോട്ട് നല്ല മഴ. അതുപോലെ വരുമ്പോഴും വീടെത്തുന്ന വരെ ഒന്നുമില്ല, എന്നാലും നല്ല മഴക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ പോയ കാര്യമൊക്കെ 40 അടിപൊളിയായിട്ട് നല്ല ഭംഗിയായി കഴിഞ്ഞു. ഉമ്മ ഛർദിച്ച് കൊളാക്കിയില്ല, അതുകൊണ്ട് പറഞ്ഞ പോയത് പനിയൊക്കെ ആയി, റെസ്റ്റും കാര്യങ്ങളൊക്കെ ഡോക്ടർ പറഞ്ഞ. അത് പോയി വന്ന് പിറ്റേ ദിവസം തന്നെ യാത്ര ചെയ്തപ്പോൾ എനിക്ക് ശരീരം ഒന്നായിട്ട് ഇതായി. അങ്ങനെ പിന്നെ ഇവിടെ നിന്ന് അവിടെ എത്തണ വരെ ഛർദിയും ഭക്ഷണമൊന്നും അവിടെ പോയിട്ട് ശരിക്കും കഴിക്കാനും പറ്റിയില്ല. പിന്നെ കാലത്ത് കടയിൽ നിന്ന് കഴിച്ച് വെള്ളാപ്പം, അതങ്ങനെ തന്നെ ഛർദിച്ചു പോയി. പിന്നെ പോകുമ്പോ 2 പ്രാവശ്യം ഛർദിച്ചില്ലേ മലേ? 3 പ്രാവശ്യം ഛർദിച്ചേ. പിന്നെ ഉച്ചക്ക് അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ അങ്ങനെ പറ്റണില്ല എനിക്ക്. എന്നിട്ട് വെറുംചോറ് വെള്ളച്ചോറ് വാങ്ങിച്ചിട്ട് ഒരു തരി കഴിക്കാൻ പറയുമ്പോൾ അതും പറ്റണില്ല. അതും വെച്ചിട്ട് എണിച്ച്. പിന്നെ വയറ്റിലൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ആൾക്ക് ഭയങ്കര ക്ഷീണം. പോയ കാര്യം റാഹത്തായി. പോയി റാഹത്തായിട്ട് ആ പരിപാടി കഴിഞ്ഞു. മക്കളൊക്കെ നല്ല ഉഷാറായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നു. എല്ലാവരെയും വീഡിയോയില് പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. സന്തോഷം, ഹാപ്പി. അപ്പോൾ ഉമ്മ പറഞ്ഞ പോലെ തന്നെയാണ്, പരിപാടികളൊക്കെ ഗംഭീരമായിട്ട് കഴിഞ്ഞു. രാവിലെ നേരത്തെ പോയിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും വന്ന കാരണം ഒറ്റ ദിവസത്തെ അങ്ങോട്ടും ഇങ്ങോട്ട് പോക്ക് കാരണം ചെറിയൊരു ക്ഷീണം എല്ലാവർക്കും. അതൊന്ന് ഉറങ്ങി എണീക്കുമ്പോൾ റെഡിയായി. പിന്നെ ഭയങ്കര മഴ, ഇവിടെ എത്തിയ മഴ, അവിടെ ഒന്നും മഴയില്ല ഉമ്മ പറഞ്ഞ പോലെ തന്നെ. പിന്നെ പരിപാടികളും നമ്മള് പിന്നെ അധികം ആളൊന്നും പോയില്ല. ഞങ്ങള് ഇവിടുത്തെ ഞങ്ങളെ അപ്പയും മക്കളും പിന്നെ അനിയത്തി വിളിച്ചപ്പോ അനിയത്തിക്ക് കുട്ടികൾ സ്കൂളിൽ പോയിട്ട് വരുമ്പോഴേക്ക് നമുക്ക് എത്താൻ പറ്റില്ല. പിന്നെ കുട്ടികൾ സ്കൂൾക്ക് പോയിക്കല്ലേ, പിന്നെ വന്നാൽ മദ്രസയ്ക്ക് പറഞ്ഞേക്കണം. അതുപോലെ പിന്നെ പോത്തും കുട്ടികൾക്കൊക്കെ വെള്ളം കൊടുക്കാനും. അപ്പോൾ അവൾക്ക് നിങ്ങൾ പോയിട്ട് പോയി കുഞ്ഞമ്മന്നാണ്. അങ്ങനെ ഞങ്ങൾ 4 ആൾ പോയി. അവിടുന്ന് ഷാലിമോളും അവളുടെ ഉമ്മയും, അങ്ങനെ 6 ആള്. പിന്നെ അതൊക്കെ നമ്മളെ താത്താടെ മോളുടെ, അപ്പൊ അതൊക്കെ നമ്മുടെ ഫാമിലിയാണ്. പക്ഷെ അവിടെ അടിപൊളിയായിട്ട് എല്ലാവരും കുറേ ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുടുംബമൊക്കെ ഉണ്ട്. നമ്മളെ കുടുംബം തന്നെ അത്. താത്താടെ എന്ന് പറയുമ്പോൾ വരുന്നതൊക്കെ നമ്മുടെ ആൾക്കാരാണല്ലേ. നമ്മൾ ക്ഷണിച്ച് പോയത് ഇത്ര മാത്രം. അങ്ങനെ അപ്പോൾ വീഡിയോ ഒക്കെ എന്താണ് നിങ്ങളെല്ലാവരും കണ്ടു എന്ന് വിചാരിക്കണു. ഇനിയും ഇതുപോലെ നല്ല നല്ല നമ്മുടെ ഫാമിലി പരമായിട്ടുള്ള വീഡിയോസ് ഒക്കെ വരുന്നുണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ ആൻസറിന്റെ വീഡിയോ വരുന്നുണ്ട്, ഹോം ടൂറിന്റെ വീഡിയോ വരുന്നുണ്ട്, ചലഞ്ച് വീഡിയോ, മനപ്പൊരുത്തം ബാക്കിയുണ്ട്. സമയമില്ലാത്തോണ്ടാണ്. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാരും കാണണം. അപ്പൊ ഉണ്ണികളെ 3 ആളെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഷഹ്മ ഫാത്തിമാന്റെ കാതുകുത്ത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് പേര് കണ്ടു, സപ്പോർട്ട് ചെയ്തു. അതില് ഒരുപാട് പേര് ചോദിച്ചിരുന്നു നിങ്ങളെന്താ കാതുകുത്തലിന് ഉമ്മാനെന്താ കൊണ്ടുപോയില്ലെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇവിടെ അങ്ങനെ കാതുകുത്തണ പരിപാടിയൊന്നും അത്ര വലിയ ഗംഭീരമായിട്ട് ചെയ്യാറില്ല. മോനെ ഞങ്ങള് പെരുന്നാൾക്ക് പോയിട്ടില്ലേ, ആ പെരുന്നാൾക്ക് പിന്നെ ഭാര്യമാരെ വീട്ടിൽ പോയപ്പോ അങ്ങനെ മോളെ കാതുകുത്തിക്കിന് പറഞ്ഞപ്പോ മോനായിട്ട് പോയി, ഒരു ഉമ്മയായിട്ട് പോയി. ഒരുപാട് പേര് പറഞ്ഞു കാതുകുത്തലിന് എന്താ ഉമ്മാനെ കൊണ്ടുപോയില്ല, ഉമ്മാക്ക് ഭയങ്കര സങ്കടം ഉണ്ടല്ലോ. ഇല്ലില്ല, സങ്കടമൊന്നുമില്ല. അന്ന് എനിക്ക് അതന്നെ ഈ വയ്യ പനി, രാത്രിയൊക്കെ ഇങ്ങനെ പനി, പകലിങ്ങനെ പണിയെടുക്കുമ്പോ അതൊരു ക്ഷീണം മുഖത്തുണ്ട്. പക്ഷെ നമ്മളത് അറിയിക്കണില്ല. നമ്മൾ കിടന്ന പിന്നെ ഇവിടെ അങ്ങനെ കൊണ്ട് നടക്കുമ്പോ മൂത്ത ക്ഷീണം അറിയണം. അപ്പൊ നല്ലോണം ആയപ്പോ ഡോക്ടർക്ക് പോയി മരുന്ന് കഴിച്ചു. അതപ്പോ മരുന്ന് വന്നും കഴിച്ചത് എപ്പോഴും മരുന്ന് കഴിച്ചപ്പോ ഇത്തിരി ഒന്നും ഉഷാറുണ്ട്. റോഡ് യാത്ര ചെയ്തപ്പോ എനിക്ക് പറ്റുന്നില്ല, വണ്ടിയിൽ നിന്ന് ഇറങ്ങി നിക്കാനോ തോന്നുന്നു താഴത്തേക്ക്. അങ്ങനെയൊക്കെ പോയി അങ്ങനെ. അപ്പൊ എന്തായാലും കാര്യങ്ങളൊക്കെ ഉഷാറായി അല്ലേ?
അപ്പോൾ അങ്ങനെ പിന്നെ ഉപ്പ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ പറയേണ്ട കാര്യങ്ങളൊക്കെ അവര് പറഞ്ഞു. ഇനിയിപ്പോ എനിക്കൊന്നും പറയാനില്ല. കാര്യങ്ങളൊക്കെ ഉഷാറായി, സൂപ്പറായി. അത് കാരണം ഇന്നലെ ക്ഷീണം കാരണം ഒന്നും മീനിന് പോയില്ല, കിടപ്പായിരുന്നു. വൈകി അമേരിക്കയൊക്കെ വാങ്ങി എടുത്തിട്ട്. പിന്നെ നല്ല മഴ ഉണ്ടല്ലോ അല്ലേ? നല്ല മഴയായിരുന്നു. അപ്പൊ എല്ലാവർക്കും ഓക്കെ. അപ്പോൾ ഓക്കെ ട്ടാ, എല്ലാവർക്കും ബൈ ബൈ. ഓക്കെ, അടുത്ത വീഡിയോസ് ആയിട്ട് പിന്നെ കാണാം. ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ നമുക്ക് അറിയിക്കുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളെ മുന്നിലേക്ക് വരും. ഓക്കെ ബൈ ബൈ. ഓക്കെ ബൈ.